ഈ യക്ഷി എന്നുള്ള സങ്കല്പം നമ്മൾ കഥകളിലും ദൃശ്യ മാധ്യമ സംസ്കാരത്തിൽ ധാരാളം പ്രചാരം നേടിയിട്ടുള്ള ഒരു സങ്കല്പമാണ്. മനുഷ്യൻ കണ്ടാസ്വദിക്കുന്ന കലാരൂപങ്ങളിലെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രകടമായി വന്നിട്ടുള്ള ഒരു സങ്കല്പമാണ് യക്ഷി. വെള്ള സാരിയുമൊക്കെ ഉടുത്ത് ചിലപ്പം മുറുക്കാനുമൊക്കെ പിടിച്ച് പാട്ടുമൊക്കെ പാടി ഇങ്ങനെ വരും. ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ചുണ്ണാമ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുമ്പ് കൊണ്ട് തോണ്ടി കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ പിടികൂടുകയില്ല, ഇല്ലെങ്കിൽ പിടിക്കും. ഇങ്ങനെയൊക്കെയാണ് ഒരു കാലത്ത് കഥകളിലെ വിശ്വാസം. അപ്പം നമ്മുടെ ദൃശ്യ കലാരൂപങ്ങളാണ് യക്ഷി എന്നുള്ള സങ്കല്പത്തെ ഇത്രയും അകലേക്ക് വലിച്ചു കൊണ്ടുപോയത്. ഈ അകലേക്ക് വലിച്ചു കൊണ്ടുപോയത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ? യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അകലെ പോയിരിക്കുന്നു ഇന്ന് യക്ഷി സങ്കല്പം. യക്ഷി എന്നുള്ള പദത്തിന് രക്ഷിക്കുന്നവൾ എന്ന് ആണ് പ്രാചീന മലയാള ഭാഷയിലെ ഒരു പദാർത്ഥം കൊടുത്തിരിക്കുന്നത്. യക്ഷി ദേവതാ സങ്കല്പം പൂർണ്ണമായിട്ടും പ്രകൃതിയുമായിട്ട് ഇടകലർന്നത് തന്നെയാണ്. പരിപൂർണമായിട്ടും പ്രകൃതിയിൽ ലയിച്ചു ചേർന്ന ഒരു ചൈതന്യമായിട്ടാണ് യക്ഷി സങ്കല്പം വന്നിരുന്നത്. മലനിരകളെ യക്ഷിയായി കണ്ട് ആരാധിച്ചിരുന്നു. വൃക്ഷാരാധനയുടെ ഭാഗമായിരുന്നു യക്ഷി സങ്കല്പങ്ങൾ. പേരാൽ എന്ന് പറയുന്ന വൃക്ഷം വടവൃക്ഷം എന്നും പറയും. എല്ലാ യക്ഷികളുടെയും ഏറ്റവും ഉന്നത നിലയിൽ രാജ്ഞീപദം അലങ്കരിക്കുന്ന ഒരു യക്ഷി ദേവതയുടെ അധിവാസ രംഗമായിട്ട് വടവൃക്ഷത്തിനെ ആരാധിക്കുന്ന അതിപ്രാചീനമായ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. വടവൃക്ഷത്തെ യക്ഷിയായി കണ്ട് ആരാധിച്ചിരുന്നു. ഇലഞ്ഞി മരത്തെ യക്ഷിയായി കണ്ട് ആരാധിച്ചിരുന്നു. പിന്നീടത് പാലമരം, ഏഴിലം പാലയെ യക്ഷിയായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി. വന്ന് കരിമ്പനയെ യക്ഷിയായി കണ്ട് ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇതിലെല്ലാം യക്ഷി കയറി താമസം ഉണ്ടെന്നും അതിൻ്റെ ചുവട്ടിൽ കൂടെ പോകുമ്പം നേരെ താഴെ വന്ന് നമ്മളെ പിടിവീഴുമെന്നും അങ്ങനെയുള്ള കഥയൊന്നുമല്ല. ഇവിടെ യക്ഷിയായി ആരാധിക്കുന്നത് ഈ വൃക്ഷങ്ങളെയാണ്. വടവൃക്ഷത്തെയാണ് യക്ഷിയായിട്ട് ആരാധിക്കുന്നത്. ആ വടവൃക്ഷം ഏതെല്ലാം രീതിയിൽ നമ്മുടെ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ ആരാധനയുടെ പ്രാധാന്യം വരുന്നത്. ഇലഞ്ഞി വൃക്ഷത്തെയാണ് യക്ഷിയായി ആരാധിക്കുന്നത്. പാലമരത്തെയാണ് യക്ഷിയായി ആരാധിക്കുന്നത്. കരിമ്പന എന്ന ആ വൃക്ഷമാണ് യക്ഷി. അപ്പം വൃക്ഷാരാധനയുടെ ഭാഗമായിരുന്നു യക്ഷിക്കാവുകൾ. മലനിരകളെ യക്ഷിയായി കണ്ട് ആരാധിക്കും. ഒരു വനാന്തർഭാഗത്തെ പ്രകൃതിയെ മുഴുവൻ യക്ഷിയായി കണ്ട് ആരാധിക്കും. ഇതാണ് പഴയ യക്ഷിക്കാവുകളുടെ ആരാധനാ തത്വം. അപ്പം ഇങ്ങനെ ആരാധിക്കപ്പെടുമ്പോഴുള്ള ജനങ്ങളുടെ വിശ്വാസം ഈ പ്രകൃതി, ഈ വൃക്ഷം നമ്മെ കാത്തു രക്ഷിക്കുമെന്നാണ്. ഇതൊരു പ്രിമിറ്റീവ് കാലഘട്ടത്തിൽ ആരംഭിക്കപ്പെട്ടതാണ്. അനേകം നൂറ്റാണ്ടുകൾക്കോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്കോ മുമ്പ് രൂപം കൊണ്ട ആരാധന സമ്പ്രദായമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചിന്തിക്കാൻ. അപ്പം അന്ന് നമ്മൾ രക്ഷ അന്വേഷിക്കുന്ന ഒരു കാലമാണ്. ഘോരമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഭക്ഷ്യ ദൗർലഭ്യത്തിൽ നിന്നുമെല്ലാം രക്ഷപ്പെടാൻ മനുഷ്യൻ ഉപായങ്ങൾ ചിന്തിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ വൃക്ഷങ്ങൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഈ മലനിരകൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും, സംരക്ഷിക്കും എന്നൊക്കെയുള്ള വിശ്വാസം മനുഷ്യനുണ്ട്. ചില കാര്യങ്ങളിൽ അത് ശരിയുമാണ്. ഈ മണ്ണിടിച്ചിൽ, മണ്ണൊലിച്ചിൽ, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഉപദ്രവങ്ങൾക്ക് ഒരു പരിധിവരെ പടർന്നു കിടക്കുന്ന വൃക്ഷങ്ങൾ വളരെ വലിയ
പങ്കുവഹിക്കുന്നുണ്ട്. മണ്ണൊലിപ്പ് തടയുന്നതിനും മണ്ണിടിച്ചിൽ ഉണ്ടാകാതെ പിടിച്ചു നിർത്തുന്നതിനും ആഴത്തിൽ വേരോടിയ കുറേ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ ആ പ്രാചീന വിശ്വാസങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരുന്നിരിക്കണം. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ അതിൽ ഉറച്ചു നിന്നത്. ഇപ്പം യക്ഷി ആരാധനയുടെ പശ്ചാത്തലം ഇതൊക്കെയാണ്. പിന്നീട് കാവുകൾ മാറി ക്ഷേത്രങ്ങളായപ്പോൾ യക്ഷികളെ വട്ടശിലാബിംബത്തിൽ ആവാഹിച്ച് ഒരു തറയിൽ കുടിയിരുത്തി വറപൊടി നിവേദ്യം, കരിക്ക് നിവേദ്യം ഇതെല്ലാം സമർപ്പിച്ച് വർഷത്തിലൊരിക്കൽ ഒരു പ്രത്യേക ദിവസം പാട്ടും ഉത്സവവുമൊക്കെയായി പൂജ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ പിന്നീട് നിലവിൽ വന്നു. ഒരുപാട് കാവുകളിൽ ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു.